പുറമേ നിന്നുള്ള കാഴ്ചയിൽ തന്നെ ഈ ക്ഷേത്രം നമ്മെ അത്ഭുതപ്പെടുത്തും. പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന പ്രവേശന ഗോപുരത്തിന്റെ നിർമ്മാണ രീതി കാണുമ്പോൾ ഒരു കാലത്തെ സമ്പന്നതയുടെയും ആഢ്യത്വത്തിന്റെയും കേരളീയ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന്റെയും പ്രതീകമായിരുന്നു ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത്. പാർവതി, സുബ്രഹ്മണ്യ, ഗണപതി സമേതനായി ശ്രീ മഹാദേവനും കുടികൊള്ളുന്നു. ചരിത്ര പഠന ഗവേഷകരും ചരിത്രം ഇഷ്ടപ്പെടുന്നവരും നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. നാഷണൽ കൾച്ചറൽ ഫണ്ടിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ബലിക്കൽ പുരയുടെ മേൽക്കൂര ഏറ്റവും മനോഹരങ്ങളായ കൊത്തുപണികളാലും ദാരുശില്പങ്ങളാലും അലങ്കൃതമാണ്. രാമായണ കഥ മുഴുവൻ ശില്പരൂപത്തിൽ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെങ്കിലും ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. പരമശിവന്റെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കൂത്താട്ടുകുളത്തിന്റെ സ്ഥലനാമ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേരളത്തിൽ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യമുള്ളതും ഇത്ര ജീർണാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതുമായ മറ്റൊരു ക്ഷേത്രം ഉണ്ടാകാനിടയില്ല.